ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് തക്കാളി പഴം ഫ്രൂട്ട്സിൻ്റെ ഇനത്തിലും പച്ചക്കറിയുടെ ഇനത്തിലും നിത്യോപയോഗത്തിന് എടുക്കുന്ന ഒരു സാധനമാണ്. ഇത് വെറുതെ കഴിക്കാൻ കൊള്ളാം, പക്ഷേ ഇതിൻ്റെ അരി കളഞ്ഞിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അരിയും അതിൻ്റെ സ്കിന്നും എടുത്ത് കളയാൻ പറ്റുന്നതാണ്. ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് എത്ര പേര് ചെയ്യുമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ സ്കിന്ന് ഒഴിവാക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയെന്ന് പറഞ്ഞാൽ ഒന്ന് ചൂടാക്കി എടുക്കുക, അതല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇതിൻ്റെ സ്കിന്ന് പോകുന്നത്. അപ്പോൾ ഞാനിതിപ്പം ഫ്രീസറിലൊന്ന് എടുത്ത് വെച്ചിട്ട് എടുത്തത് അതെങ്ങനെ ക്ലീനാക്കാമെന്നുള്ളതാണ് ഇന്ന് കാണിച്ചു തരുന്നത്. പെട്ടെന്ന് തന്നെ കളയാൻ നോക്കും ഇതിൻ്റെ തൊലി. ദഹന പ്രക്രിയക്കൊക്കെ താമസം വരുന്നതാണ് ഇതിൻ്റെയൊക്കെ സ്കിന്ന്. അപ്പോൾ നമ്മളിത് ഒഴിവാക്കിയിട്ട് കറിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമുണ്ട്. അതുപോലെ വഴുതനത്തിൻ്റെ അരിയ, പേരയ്ക്കയുടെ അരിയ, ഇതെല്ലാം ഉള്ളിൽ ചെല്ലാതെ നമ്മൾ നോക്കുന്നതെന്നല്ല. ഇതുപോലെ നമുക്കെല്ലാം ഇളക്കിയെടുക്കാം. കണ്ട, ഇത്രയും തൊലി കിട്ടിയിട്ടുണ്ട്. കണ്ട്, ഇത് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര താമസമായിരിക്കും ദഹനത്തിനൊക്കെ. അപ്പോൾ ഇത് ഒഴിവാക്കി കിട്ടിയ നല്ലൊരു ഭംഗിയുണ്ട് തക്കാളിക്ക്. അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്യാത്തവരൊക്കെ അതുപോലെ ചെയ്തെടുക്കും. അതുപോലെ ഇതിൻ്റെ അരിയും നമ്മളെടുത്ത് കളയുക. മാക്സിമം അരി കളഞ്ഞിട്ട് തന്നെ യൂസ് ചെയ്യാൻ ശരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.